നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് എടുത്തിട്ടുള്ള നല്ല പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫ്ന. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുപ്പാണ്. ഡ്രാഗൺ ഫ്രൂട്ട് പൂത്ത് നിന്നപ്പോഴുള്ള ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് കവർ വെച്ച് മൂടി വെച്ചേക്കുമായിരുന്നു അഴുകി പോവാതിരിക്കാൻ വേണ്ടി. പക്ഷേ 2 ദിവസം പനി ആയതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് നോക്കാൻ വരാൻ പറ്റിയില്ല. ഇത് ഓവർ വിളവായിപ്പോയി. വിളഞ്ഞിട്ട് വെടിച്ചു കീറി എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിക്കായി വിളഞ്ഞ് വെടിച്ചു കീറിപ്പോയി. നമുക്കിനി ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ വെടിച്ചു കീറിയ പാർട്സൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇത് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. നല്ല പോലെ വിളവായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പിങ്ക് കളറാണ്. നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്ത് എടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഇത് ഏകദേശം ഒരു 500 ഗ്രാമിൽ കൂടുതൽ ഉള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു. വേസ്റ്റ് ആയിട്ടുള്ള പാർട്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത്രയും വലിയ ഡ്രാഗൺ ഫ്രൂട്ടാണ് നമുക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് ഒരു വളങ്ങളും ചേർക്കാതെ കൃഷി ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറേ പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു. മഴ സീസൺ ആയതുകൊണ്ട് പൂക്കളെല്ലാം അഴുകിപ്പോയി. ഈ ഒരെണ്ണേ നമുക്ക് കിട്ടിയുള്ളൂ. പ്രത്യേകിച്ച് വളങ്ങളോ പെസ്റ്റിസൈഡ്സോ ഒന്നും ചേർക്കാതെ നമുക്ക് കിട്ടിയതാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇത്ര വലിയ വലിപ്പവും കാണില്ല. അതുപോലെ തന്നെ ഇത്രയും പഴുത്തിട്ടല്ല. ആ ഒരു പിങ്ക് കളർ വരുമ്പോഴേ നമുക്ക് എടുക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ ഇത്രയും പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കണം. ചെറിയൊരു മധുരം നമുക്കിതിലുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് ഞാനൊരു ഷെയ്ക്ക് ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്തിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചുണ്ടാക്കിയ ഷെയ്ക്കാണ്. ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഷെയ്ക്കാണിത്. ഇനി ഞാൻ ഇതൊന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.